ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആൻഡ് VHSS കരുനാഗപ്പള്ളിയുടെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ിൽ സ്ഥാപിതമായ ഈ വിദ്യാലയം ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ പറയുവാനുള്ളത് വിജയങ്ങളുടെ എണ്ണമറ്റ കഥകളാണ്. അർപ്പണബോധമുള്ള അധ്യാപകരും വിജ്ഞാനദാഹികളായ വിദ്യാർത്ഥികളും ഒത്തുചേരുമ്പോൾ ഇവിടെ പഠനം അറിവിന്റെ അക്ഷയഖനിയായി മാറുകയാണ്. കലാ, കായിക, വൈജ്ഞാനിക രംഗങ്ങളിലുള്ള പരിശീലനവും സാമൂഹിക കൂട്ടായ്മയും ഞങ്ങളുടെ പ്രത്യേകതകളാണ്. വിദ്യയും വിത്തവും സന്മാർഗനിഷ്ഠയും ഞങ്ങൾക്കു നൽകുവാൻ കനിയേണമേ. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി. സോ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? സമൂഹ കൂട്ടായ്മ, ഭരണകാര്യക്ഷമത, പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ, ശുചിത്വവും പോഷകാഹാരവും. ഈ മേഖലകളെ സംബന്ധിച്ചാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. അശ്വതി അശോകൻ, മോളെ ഒരു പാഠഭാഗം ഏതെങ്കിലും ഒന്ന് പറയുക. ഏത് വിഷയമായാലും കുഴപ്പമില്ല. അത് അധ്യാപകൻ എങ്ങനെയാണ് ക്ലാസ്സിൽ എടുക്കുക എന്ന് ഒന്നും ഞാൻ പ്രത്യേക പാഠം പറയാത്തത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഏതെങ്കിലും ഒരു പാഠഭാഗം ആ ക്ലാസ്സിൽ അധ്യാപകൻ എങ്ങനെയാണ് എടുക്കുക എന്ന് പറഞ്ഞു തരിക. അതാദ്യം ക്ലാസ്സിൽ പിന്നെ പാഠം വായിച്ചു തരികയാണോ ചെയ്യുന്നത്, അതല്ല അങ്ങനെ ഉള്ള പല രീതികളുണ്ടല്ലോ. ഏത് രീതിയിലാണ് അധ്യാപകൻ പാഠം എടുക്കുക? ആദ്യം ഒരു പാഠഭാഗം പറയണം. ഉദാഹരണത്തിന് മലയാളത്തിൻ്റെ തന്നെ ഓർമ്മയുടെ മാധുരി എന്ന് പറയുന്ന ഒരു കൃതി, നളിനിയും ദിവാകരനുമായിട്ടുള്ള, ആദ്യം അത് ഒരു സംവാദത്തിലൂടെയാണ് തുടങ്ങിയത്. പിന്നീടാണ് ആ പാഠത്തിലൂടെ എത്തിച്ചേർന്നത്. മിക്ക പാഠങ്ങളും സംവാദം എങ്ങനെയാണ് ക്ലാസ്സിൽ നടപ്പാക്കിയത്? അതിന്റെ വിഷയം എന്ന് പറയുമ്പോൾ ആധുനിക കാലത്തിൽ സ്ത്രീകൾക്കുള്ള പ്രസക്തി എന്ന വിഷയമല്ല ഞാൻ ചോദിച്ചത്. അത് എങ്ങനെയായിരുന്നു ക്ലാസ്സിൽ? സംവാദ രൂപത്തിലാന്ന് പറഞ്ഞല്ലോ. അത് ആദ്യം മാഷ് എന്താ നിങ്ങളോട് പറഞ്ഞത്? ആദ്യം 2 ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനുശേഷം ഓരോരുത്തർക്കും ആധുനിക കാലത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണോ അല്ലയോ എന്ന് 2 ഗ്രൂപ്പുകളായി അതിനുശേഷമുള്ള സംവാദത്തിലൂടെയാണ് അവസാനം എത്തിച്ചേർന്നത്. പിന്നീടാണ് ആ പാഠം ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങിയത്. കൂട്ടുകാർ ആരെങ്കിലും ഈ എന്താണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന് പറഞ്ഞോ? ഉണ്ട്. മിക്ക ബോയ്സിലെ മിക്ക കുട്ടികൾ അങ്ങനെ തന്നെയാണ് അവകാശപ്പെട്ടത്. ആണോ? എന്താ അങ്ങനെ? അത് എന്താണെന്ന് അറിയില്ല, അവരുടെ പക്ഷം അത് ബോയ്സിന്റെ. ഗേൾസ് മിക്കവാറും പറഞ്ഞത് ആവശ്യമാണെന്നുള്ളതാ. അവർക്ക് ആവശ്യമില്ല എന്നാ പറയുന്നത്. അപ്പോ പുരുഷന്മാരുടെ ഒരു ആധിപത്യം അവിടെ കണ്ടു അല്ലേ? അവസാനം നിങ്ങള് സമത്വം വേണം എന്ന നിലപാടിൽ എത്തിച്ചേർന്നു. അത് വളരെ സന്തോഷകരമായിട്ടാണോ തോന്നുന്നത്? ആധുനിക കാലത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. ഏതായാലും ഞങ്ങൾ അങ്ങ് വരുന്നുണ്ട് സ്കൂളിൽ. നിങ്ങൾ ആൺകുട്ടികളെയൊക്കെ ഒന്ന് കാണട്ടെ. ഇവിടെ ഉണ്ടല്ലോ ഒരാള്. അതുകൊണ്ടാണോ അവരെയൊക്കെ ഒഴിവാക്കിയത്? ഇവിടെ ഉള്ള വന്ന ആളുടെ പേരെന്താ? വിഷ്ണു. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവര് നമ്മൾ ആണുങ്ങളെ പറ്റി? അവർക്കിപ്പോ ഈ സമൂഹത്തിൽ വളരെ ഇടമൊന്നും കൊടുക്കുന്നില്ലല്ലോ. അല്ല, ആ രീതിയിലല്ല. ഈ അവർക്ക് ഈ ചില പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യവും സമൂഹം കൊടുക്കുന്നില്ല. അപ്പൊ അവർക്ക് ആ സ്വാതന്ത്ര്യം വേണമെന്നൊരു ചിന്താഗതി അവർക്കുണ്ട്. അതിനു വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. വിഷ്ണു കൂറുമാറിയില്ലേ? സാറ് പറയുന്ന വിഷ്ണു കൂറുമാറിയുന്നു. അപ്പൊ അവിടുത്തെ ചർച്ചയിൽ വിഷ്ണു ഉണ്ടാവില്ല സാർ. അതാണ് കാരണം. ഇത് 10ാം ക്ലാസ്സിലാണല്ലോ സംഭവിക്കുന്നത്, വേറെ ക്ലാസ്സിലാണ്. ഓക്കെ മോളെ. എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു? ഈ തത്വത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം, ഈ നിലപാടിൽ നിങ്ങൾ എത്തിച്ചേർന്നതിന് ശേഷം മാഷ് എന്ത് പറഞ്ഞു നിങ്ങളോട്? എത്തിച്ചേർന്നതിന് ശേഷമാണ് പാഠം പഠിപ്പിക്കാൻ തുടങ്ങിയത്. പിന്നീട് ആദ്യം ആ പാഠത്തെ കുറിച്ചുള്ള ഒരു അവലോകനം പറഞ്ഞു തന്നു ടീച്ചർ. പിന്നീട് അത് എഴുതാനിടയായ സാഹചര്യം പറഞ്ഞു തന്നു. അതിനകത്തെ കഥാസംഗ്രഹം പറഞ്ഞു തന്നു. പിന്നീടാണ് ആ പാഠം പഠിപ്പിച്ചത്. ശരി. എന്നാൽ വിഷ്ണു വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരികയാണോ? അല്ല, ഞാൻ സ്കൂളിൽ നിന്നാണ് മേടിച്ചത്. ആണോ? ക്ലാസ്സിൽ വേറെ ആരൊക്കെ സ്കൂളിൽ നിന്ന് കഴിക്കുന്നുണ്ട്? ഭൂരിഭാഗം കുട്ടികളും സ്കൂളിൽ. ഭൂരിഭാഗമല്ല, ഭൂരിപക്ഷം കുട്ടികളും. എന്താ തമ്മിലുള്ള വ്യത്യാസം? ഭാഗം, ഭൂരിഭാഗം എന്ന് വെച്ചാൽ അർത്ഥം എന്താ? അത് ഉള്ളതിൽ പകുതിയാണ്. അത് മനുഷ്യനെ പറ്റി അങ്ങനെ പറയാൻ പാടുമോ?
ഇല്ല. ഭൂരിപക്ഷം കുട്ടികളും ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെയാണ് ചോറ് കഴിക്കാറ്. എന്നാലും നിങ്ങളുടെ കണക്കനുസരിച്ച് 98% കുട്ടികളെ സ്കൂളിൽ നിന്ന് കഴിക്കുന്നുള്ളൂ. ബാക്കിയുള്ള കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. അവരെന്തുവാന്ന് അറിഞ്ഞൂടാ, അതാണ് മേടിച്ച് കഴിക്കുന്നത്. പക്ഷേ ചില കുട്ടികൾ പേര് കൊടുത്തില്ലെങ്കിലും അവർ ഇവിടെ നിന്ന് തന്നെയാണ് മേടിക്കാറുള്ളത്, സ്കൂളിൽ നിന്ന് തന്നെയാണ് മേടിക്കാറുള്ളത്. അപ്പോൾ അഖിലയ്ക്ക് എന്താണ്, അഖിലയുടെ അവസ്ഥ എന്താണ്? ക്ലാസ്സിലെ എല്ലാ കുട്ടികളും സ്കൂളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? ചില കുട്ടികളാണ് സ്കൂളിൽ നിന്ന് കഴിക്കാറുള്ളത്. ഇപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ ചോറൊന്നും കൊണ്ടുവരാറില്ല, സ്കൂളിൽ നിന്ന് തന്നെയാണ്. മോൾ എവിടെ നിന്നാണ് കഴിക്കുന്നത്? ഞാൻ സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. ക്ലാസ്സിൽ എത്ര കുട്ടികൾ സ്കൂളിൽ നിന്ന് കഴിക്കുന്നില്ല? ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 55 കുട്ടികളുണ്ട്. അതിൽ 25 കുട്ടികൾ വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ആ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കണം, നമ്മളെല്ലാവരും ഒന്നിച്ച് സ്കൂളിൽ കിട്ടുന്ന ഭക്ഷണം അത് പോഷകാഹാരമാണെന്നാണല്ലോ നിങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നത് അല്ലേ? ഒന്നിച്ചിരുന്ന് കഴിക്കണം, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കുമോ? ഞാനവിടെ വന്ന് നോക്കും, ചോദിക്കും അഖില പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന്. പിന്നെ വെള്ളത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണ്? നിങ്ങൾക്ക് പ്യൂരിഫയർ ഇല്ല അല്ലേ? വാട്ടർ പ്യൂരിഫയർ ഇല്ല സ്കൂളിൽ? ഇല്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ശുദ്ധജലം സ്കൂളിൽ കിട്ടുന്നത്? അതെന്ന് പറയുമ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണോ അത്? ഞങ്ങൾ ചോറ് വാങ്ങിക്കുന്ന കുട്ടികളൊക്കെ ചോറ് കൊണ്ടുവരുന്ന കുട്ടികളെ കൊണ്ടുവരുക വീട്ടിൽ നിന്ന് വെള്ളം. ചോറ് വാങ്ങുന്ന കുട്ടികളോ? അല്ല, ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടികളെല്ലാം വെള്ളവും കൊണ്ടുവരും. അപ്പോൾ ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണോ? അശ്വതി ചോറ് വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണോ? വീട്ടിൽ നിന്നാണ് പോഷകം കൊണ്ടുവരുന്നത് അല്ലേ? അതെന്താണ് ഈ കൂട്ടുകാരുടെ കൂടെ സ്കൂളിലിരുന്ന് കഴിക്കാൻ തയ്യാറാകാത്തത്? നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ? അല്ല, പൊതുവെ ഹൈസ്കൂളുകാർക്ക് സ്കൂളിൽ നിന്ന് ഭക്ഷണം അനുവദിച്ചിട്ടില്ല. പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ അതാണ് പ്രശ്നം. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും ഒന്നിച്ചിരുന്ന് സ്കൂളിൽ നിന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഇല്ലേ? കുറേ കാലം കഴിഞ്ഞ് നിങ്ങളൊക്കെ വലുതായി തിരിഞ്ഞു നോക്കുമ്പോൾ അത് തന്നെ ഒരു വലിയൊരു അനുഭവമായിട്ട് തോന്നും. നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അറിവ് മാത്രമല്ലല്ലോ, കുറേ പുസ്തകങ്ങൾ മാത്രമല്ലല്ലോ. ഈ മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഭൂമിയിൽ എന്താ ഉള്ളത്? ഇത്ര ചെറിയ ചോദ്യമാണോ ഞങ്ങളോട് ചോദിക്കണേ? മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായിട്ട് സസ്യങ്ങളാണ് മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഈ ഭൂമിയിൽ ഉള്ളത്. മോളുടെ അഭിപ്രായം എന്താ? തസ്നിയ, ആ ഊർജ്ജ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ തസ്നിയാണോ? അതെയോ? ഊർജ്ജ സംരക്ഷണമാണോ വൈദ്യുതി കുറയ്ക്കലാണോ? എന്ത് പ്രവർത്തനമായിരുന്നു കൂടുതൽ നിങ്ങൾ ഊന്നലോർത്ത് ചെയ്തത്? വൈദ്യുതി സംരക്ഷണമാണ്. തീർച്ചയായിട്ടും അത് ഊർജ്ജ സംരക്ഷണമാണ് അല്ലേ? വൈദ്യുതിയാണ് പ്രധാന ഊർജ്ജ സ്രോതസ്സാണ്. ആയിക്കോട്ടെ. എന്തൊക്കെ ചെയ്തു? ഞങ്ങൾ ഓരോ വീടുകളിലും 30 വീടുകളാണ് സമീപ പ്രദേശത്ത്, ഞങ്ങൾ സ്കൂളിന്റെ സമീപ പ്രദേശത്തുള്ള 30 വീടുകൾ ഇതിനായി ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഇവിടെ ഞങ്ങൾ നേരിട്ട് പോയി നിർദ്ദേശങ്ങൾ നൽകുകയും. എന്ത് നിർദ്ദേശം? വൈദ്യുതിയുടെ സംരക്ഷിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ വൈദ്യുതി സംരക്ഷിക്കേണ്ടതായ നിർദ്ദേശങ്ങൾ അതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവരത് ഉൾക്കൊണ്ടോ? അവർ ഉൾക്കൊള്ളുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങൾ പോയത് ഒക്ടോബർ 2-ാം തീയതിയാണ്. ആ മാസത്തെ റീഡിംഗ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തോണ്ട് വന്നു. കൃത്യം 1 മാസത്തിന് ശേഷം നവംബർ 2-ാം തീയതി ഞങ്ങൾ വീണ്ടും ചെന്നു. നവംബർ 2-ാം തീയതി ഞങ്ങൾ വീണ്ടും ചെന്നു. ആ മാസത്തെ റീഡിങ്ങും എടുത്തു. 2 മാസത്തെ റീഡിങ്ങും കൂടെ താരതമ്യം ചെയ്ത് ആ 1 മാസം അവർ ഉപയോഗിച്ച വൈദ്യുതിയുടെ യൂണിറ്റ് കണ്ടെത്തി. കൂടാൻ കാരണോ? കൂടിയോ കുറഞ്ഞോ? അത് ഞങ്ങൾ ഡിസംബർ 2-ന് പോയി റീഡിംഗ് എടുത്തതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് അത് അറിയാൻ കഴിഞ്ഞത്. അന്ന് റീഡിംഗ് എടുത്ത് ആ വൈദ്യുതി യൂണിറ്റിലൂടെ കണ്ടെത്തിയതിനു ശേഷം കുറവാണ് ഞങ്ങൾ ഭൂരിഭാഗം വീടുകളിലും കണ്ടെത്തിയത്. നിങ്ങളുടെ ഒരു ശക്തി മേഖലയായിട്ട്, മികവിൻ്റെ മേഖലയായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഭരണ കാര്യക്ഷമതയാണ്. എന്ത് കാര്യത്തിലാണ് നിങ്ങളുടെ സ്കൂൾ മറ്റ് സ്കൂളുകളെക്കാൾ ഈ കാര്യത്തിൽ മികച്ചു നിൽക്കുന്നു എന്ന് തോന്നുന്നത്? സ്കൂളുമായി ബന്ധപ്പെട്ട നിരവധി ആവശ്യങ്ങൾ സാധാരണ പൊതുജനങ്ങൾക്കുണ്ടാകാറുണ്ട്. അഡ്മിഷൻ രജിസ്റ്ററിൻ്റെ പകർപ്പടക്കം, ഡ്യൂപ്ലിക്കേറ്റ് TC അടക്കം, അങ്ങനെ തുടങ്ങി സ്കൂളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാത്തരം സർട്ടിഫിക്കറ്റുകളും വന്നു കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ സമയബന്ധിതമായി ആകുന്നതും 24 മണിക്കൂറിനുള്ളിൽ ആ ദിവസം തന്നെ കൊടുത്തു തീർക്കാൻ പറ്റുമെങ്കിൽ ആ ദിവസം തന്നെ കൊടുത്തു തീർക്കും. മറ്റൊന്ന്, കുട്ടികൾക്ക് വിതരണം ചെയ്യേണ്ട വിവിധതരം സ്കോളർഷിപ്പുകൾ, ലംസം ഗ്രാൻഡ്, മുസ്ലിം ഗേൾ സ്കോളർഷിപ്പ്, പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അടക്കമുള്ള വിവിധതരം സ്കോളർഷിപ്പുകൾ അത് വളരെ സമയബന്ധിതമായി പരമാവധി ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും കൊടുത്തു തീർക്കും. ഞങ്ങൾ കൊടുത്തു തീർത്തതിന് ശേഷം ഇവരെ ഞങ്ങൾ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ഈ വർഷം ഞങ്ങൾക്ക് പാഠപുസ്തകങ്ങളൊക്കെ സ്കൂൾ തുറന്ന് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്? എല്ലാ പാഠപുസ്തകങ്ങളും കിട്ടിയപ്പോഴത്തേക്കും എത്ര സമയമായി? ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ പുസ്തകവും ഞങ്ങൾക്ക് കിട്ടിയത്. ചില പുസ്തകങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കിട്ടി. എല്ലാം ഞങ്ങൾക്ക് കിട്ടിയത് ഒരാഴ്ച എല്ലാ പുസ്തകങ്ങളും കിട്ടി. അത് കൊള്ളാം. രാധാകൃഷ്ണൻ മാഷേ,
കഴിഞ്ഞ വർഷം മൊത്തം എത്ര അധ്യയന ദിവസം കിട്ടിക്കാണും സ്കൂളിൽ അറിയാമോ? അത് കണക്ക് വയ്ക്കുന്നുണ്ടോ? കണക്ക് വയ്ക്കുന്നുണ്ട് സാർ. എത്ര ദിവസം ഉണ്ടായി? കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് 191 സ്വാധ്യായ ദിവസങ്ങളാണ് ആകെ ലഭിച്ചത്. അത് റെക്കോർഡ് അനുസരിച്ച്. ശരിക്കും ക്ലാസ് നടന്ന എത്ര ദിവസം കാണും? ക്ലാസ് നടന്ന അതിനകത്തൊരു 4-5 ദിവസങ്ങളെ പോയി കാണത്തുള്ളൂ. ഇതുപോലെയുള്ള കാരണങ്ങളല്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ കലാമേളകള് യുവജനോത്സവമൊക്കെ വരുമ്പോൾ കലാമേളകൾക്ക് യുവജനോത്സവങ്ങൾക്ക് ഞങ്ങൾ അവധി കൊടുക്കാറില്ല. ഞങ്ങൾ ആ ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് മാത്രം അവധി കൊടുത്തുകൊണ്ട് ആ കുട്ടികളെ മാത്രം എസ്കോർട്ടിംഗ് ടീച്ചേഴ്സിൻ്റെ കൂടെ വിടും. നിങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേ? സോപ്പ്, ചന്ദനത്തിരി, ഇതൊക്കെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ തന്നെ ഉപയോഗിക്കുകയാണോ അതോ പുറത്തുള്ളവർക്ക് കൊടുക്കാറുണ്ടോ? നിർമ്മിച്ച് ഞങ്ങൾ തന്നെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അധ്യാപകരും അത് വാങ്ങുന്നുണ്ട്. പിന്നീട് സാർ മുമ്പേ പറഞ്ഞതുപോലെ വിപണികളിൽ അത് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ വിപണി ഉണ്ടാക്കി അതിൽ തന്നെ വിൽക്കുന്നുണ്ട്, സമൂഹത്തിന് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. പുറത്തുള്ള ആൾക്കാർക്ക് അതൊക്കെ പിന്നെ വിദ്യാർത്ഥികൾ തന്നെ ഇത് വാങ്ങി അവരുടെ അയൽപ്പക്കത്തുള്ള എല്ലാരെയും അറിയിച്ച് അവർക്ക് അവിടെ എത്തിക്കുകയും പൈസ കൊണ്ട് തരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊരു സോപ്പ് വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സോപ്പ് എടുത്താൽ 3 സോപ്പ് ഫ്രീ കിട്ടുന്ന ആ തരത്തിലുള്ള ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ വില കുറവാണോ നിങ്ങൾ കൊടുക്കുന്ന സോപ്പിന്? ഇല്ല മാഡം, ഒരു സോപ്പിന് ഞങ്ങളുടെ സ്കൂളിൽ പരമാവധി 10 രൂപയാണ് വില. സൗജന്യം കൊടുത്താൽ അത് ഞങ്ങളുടെ ശരിയാവില്ല, ഞങ്ങൾക്ക് ചെലവ് നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഇത്രയും ചിലവ് ചെയ്തിട്ട്, അതായത് വളരെ ചെറിയ പൈസക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനം കുറച്ചുകൂടി നല്ല വില തന്നിട്ട് നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഗുണമേന്മ തന്നെയാണ് അതിൻ്റെ പ്രധാനമായ കാരണം. ഓക്കെ, ഗുണമേന്മ മാത്രമല്ല, അതായത് നമ്മൾ ആ തരത്തിലുള്ള ഇപ്പം ആഗോളമായ ഒരു വിപണി, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ആ തരത്തിലുള്ള ഒരു ബോധനം എന്നുള്ള നിലക്കും കൂടി നമ്മൾ ഇതിനെ കാണണം. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ആശയം നിങ്ങൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ സോപ്പ് നിങ്ങൾ മറ്റൊരാൾക്ക് വിൽക്കുന്നത് അതിനു വേണ്ടി കൂടിയാണ്. ഈ സ്കൂളിന്റെ പ്രവർത്തനം വളരെ തൃപ്തികരമാണോ? അധ്യാപകരെല്ലാം വളരെ സ്നേഹവും വാത്സല്യവും ഉള്ളവരാണോ? അധ്യാപകർ കൂടെ ഇരിക്കുന്നതുകൊണ്ട് പറയാൻ മടിക്കണ്ട. ആണോ? നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ അതിഥിയായിട്ട് വന്ന ഒരു ജൂറിയാണ്, അതുകൊണ്ട് എനിക്ക് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ബാക്കി ചോദ്യങ്ങളെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങളുടെ മറുപടി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ രസമായിട്ടുള്ള ഒരു വിദ്യാലയ അന്തരീക്ഷമാണ് എനിക്ക് നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്നും ഊഹിച്ചെടുക്കാൻ സാധിക്കുന്നത്. എന്തായാലും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അങ്ങ് പോകട്ടെ. കുഴിവെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് നമ്മുടെ മലയാളത്തിൻ്റെ മഹാകവി ഇടശ്ശേരി പറഞ്ഞതുപോലെ, എൻ്റെ അനുജന്മാരും അനുജത്തിമാർക്കും ഏതെങ്കിലുമൊക്കെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം കുഴിവെട്ടി മൂടിക്കൊണ്ട് വലിയ ശക്തിയിലേക്ക് കുതിക്കാൻ നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ പ്രേരണയാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഗവൺമെന്റ് VHSS കരുനാഗപ്പള്ളിയുടെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണിനി. ഗവൺമെന്റ് VHSS കരുനാഗപ്പള്ളിക്ക് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 87.4 out of 100.